അല്ലെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ, സ്വർഗത്തിൽ നിന്ന് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം മാത്രം. അതിന് മാറ്റമില്ല. ആ വചനം ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വചനം നമ്മൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ നമ്മൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവദാസിമാരൊക്കെ നമ്മളോട് പറയും ദൈവത്തിന്റെ വചനം വായിക്കണമെന്ന്. അതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിന്റെ വചനം വായിക്കണമെന്നൊക്കെ നമ്മളെ പറയാറുണ്ട്. എന്നാൽ ദൈവവചനം എങ്ങനെ വായിക്കണം, എങ്ങനെ അത് വിശ്വസിക്കണം, അത് ഗ്രഹിക്കണം എന്നൊക്കെയുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രിയിൽ ദൈവം പ്രിയപ്പെട്ടവരോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി അടയാളമായി ഇന്ന് ഇറങ്ങി വരികയും ഈ വചനത്തിൽ ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങളുടെ ഹൃദയത്തിൽ അത് കുറിച്ചിട്ടാൽ ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഹല്ലേലൂയ പലർക്കും പ്രയോജനമാകുമെന്ന് ഹല്ലേലൂയ ഞാൻ ആത്മാവിൽ അറിയുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ വലിയ കാര്യം ചെയ്യുന്ന രാത്രിയാണ്. കാരണം വചനത്തിന് മാത്രം ബന്ധനമില്ല, ബാക്കി എല്ലാത്തിനും ബന്ധനമുണ്ട്. വചനത്തിന് ബന്ധനമില്ലാത്തത് കൊണ്ട് ഈ വചനം ഹല്ലേലൂയ ബന്ധനങ്ങളെ തകർത്ത് കളയുന്നതാണ്. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾക്ക് ജീവനും ചൈതന്യമായി ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം. ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം. ആവർത്തന പുസ്തകം 31:11 നമ്മൾ കാണുന്നു. അപ്പൊ ദൈവവചനം നമ്മൾ വായിക്കണം, വായിക്കാതിരിക്കരുത്. രാവിലെയും വൈകിട്ടും ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ വായിച്ചിരിക്കണം. ദൈവമായിട്ടൊരു ബന്ധപ്പെടുന്ന ഒരു മാർഗമാണ് ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുവാനിടയാകും. ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് ആലോചനകൾ പകർന്നു തരാറുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങൾ ദൈവവചനത്തോട് നമ്മളോട് സംസാരിക്കാറുണ്ട്. നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ ശക്തീകരിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാവരും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളോട് വീണ്ടും ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരു വചനം വായിക്കാം. ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് ചില റെഫറൻസ് വായിച്ച് വചന ശുശ്രൂഷകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വായിക്കാം. ഇസ്രായേൽ മുഴുവനും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അവൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ ഈ ന്യായപ്രമാണം എല്ലാ ഇസ്രായേലരും കേൾക്കെ അവരുടെ മുമ്പാകെ വായിക്കണം. അവിടെ പറയുകയാണ് ന്യായപ്രമാണം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരുമ്പോൾ എല്ലാവരും കേൾക്കെ അത് വായിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ദൈവവചനം വായിക്കണം. തിരുവെഴുത്തുകളെ വായിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവെഴുത്തുകളുടെ അകത്ത് അത്ഭുതങ്ങൾ കിടക്കുന്നു. തിരുവെഴുത്തുകളുടെ അകത്ത് വിടുതലുകൾ നടക്കും, സൗഖ്യങ്ങൾ നടക്കും, ഭൂതങ്ങൾ വിട്ടുമാറും, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഹല്ലേലൂയ തിരുവെഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തിരുവചനം നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ വായിക്കാനും അറിയാവുന്നവരെല്ലാവരും ഇത് വായിക്കണം. വായിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ ഇത് വായിച്ചു കേൾപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദൈവവചനം വായിക്കണം. ആവർത്തന പുസ്തകം 31:11 വീണ്ടും പറയുകയാണ്. ഒന്നുകൂടി വായിക്കാം വചനം. ഇസ്രായേൽ മുഴുവനും ഇന്ന് രാത്രിയിൽ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ മറ്റ് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവരും എന്നെ കേൾക്കുന്നുണ്ട്. അവരോടും ഇന്ന് രാത്രി പറയുകയാണ്, നിങ്ങളുടെ കരങ്ങളിൽ ബൈബിൾ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ബൈബിള് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് ബൈബിൾ തരും. ഹല്ലേലൂയ സ്തോത്രം. ബൈബിൾ വായിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനകത്ത് നിന്നെ കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം സകല രേഖകളും എഴുതി വെച്ചിരിക്കുകയാണ്. നിന്നെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും എഴുതി വെച്ചിരിക്കുകയാണ്. നിന്റെ ജനനം മുതൽ നിന്റെ മരണം വരെയും, മരണം കഴിഞ്ഞിട്ട് നിത്യത വരെയും, നിത്യതയിൽ നീ എന്താവുമെന്നും നിനക്ക് എന്ത് ലഭിക്കുമെന്നും ഒക്കെ വ്യക്തമായി എഴുതിയ ഒരു വിൽപത്രമാണ് ഈ വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവർ വായിക്കണമെന്നും അത് ലഭിക്കാത്തവർ, ബൈബിൾ ലഭിക്കാത്തവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങളത് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ മുഴുവനും കേൾക്കെ
ഹല്ലേലൂയ, നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്ത് വരുമ്പോൾ ദൈവത്തിന്റെ വചനം, ന്യായപ്രമാണം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വായിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനം പറയാണ്, നിങ്ങൾ എല്ലാവരും വചനം വായിക്കണം. വചനത്തിലൂടെയാണ് ദൈവപ്രവൃത്തികൾ ആരംഭിക്കുന്നത്. വചനത്തിലൂടെയാണ് ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. വചനത്തിലൂടെയാണ് ദൈവകൃപ നിങ്ങളിൽ വ്യാപരിക്കുന്നത്. വചനത്തിലൂടെയാണ് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ അനുഭവിക്കുന്നത്. വചനത്തിലൂടെയാണ് ഹല്ലേലൂയ നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മാർവിടത്തിലേക്ക് ഹല്ലേലൂയ മടങ്ങി വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ വചനം വായിക്കണം. ഈ വചനം ജീവനും ചൈതന്യമായി, ഈ വചനം ഹല്ലേലൂയ ആത്മാവിലേക്ക് ഹല്ലേലൂയ വലിയ പ്രകാശനം പകരുന്ന വചനമായി ഇന്ന് രാത്രിയിൽ തീരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ അറിയുന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. യേശു വളർന്ന് നസ്രയത്ത് വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പള്ളിയിൽ ചെന്ന് പതിവ് പോലെ ഹല്ലേലൂയ യേശു പള്ളിയിൽ പോകുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദേവാലയത്തിൽ പോകുമായിരുന്നു. ആരാധന നടക്കുന്നിടത്ത് പോകുമായിരുന്നു. പോകാതിരുത്ത ഒരു ദിവസമില്ല. പതിവ് പോലെ എല്ലാ ദിവസവും ഹല്ലേലൂയ കൂടി വരേണ്ട സ്ഥലത്ത് ഹല്ലേലൂയ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ യേശു അവിടെ ചെല്ലുമായിരുന്നു. അന്ന് പതിവ് പോലെ യേശു ആ ദിവസം ചെന്ന് പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, യേശു ഹല്ലേലൂയ വചനം വായിക്കുവാൻ എഴുന്നേറ്റു നിന്നു. ഹല്ലേലൂയ വചനം വായിച്ചത് യേശു തന്നെ നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുക. വചനം വായിച്ച് മാതൃക കാണിച്ചിരുന്നു. പള്ളിയിൽ ചെന്നിട്ട് വചനം വായിക്കണമെന്ന് ഹല്ലേലൂയ ശുശ്രൂഷകർ പറയുമ്പോൾ ഹല്ലേലൂയ പലരും അടിച്ചു നിൽക്കാറുണ്ട്. വായിക്കാറില്ല, തെറ്റുമെന്നുള്ള പേടി. ഹല്ലേലൂയ വായിക്കാൻ മടി കാണിക്കാറുണ്ട്. എന്നാൽ യേശു അതൊന്നും കാണിച്ചില്ല. യേശുവിന് വായിച്ചു കൊടുക്കാൻ പലരും ഉണ്ടാകാം. പക്ഷേ ഇവിടെ യേശു തന്നെ നമുക്കൊരു മാതൃക കാണിച്ചു തരികയാണ്. യേശു ദൈവത്തിന്റെ വചനം വായിച്ചിരുന്നു. യേശു ദൈവത്തിന്റെ വചനം വായിച്ചുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ക്രിസ്തു യേശുവിനെ വിശ്വസിച്ച എല്ലാവരും ദൈവത്തിന്റെ വചനം വായിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ബോധിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. ആ പള്ളിയിൽ ചെന്ന് ദൈവവചനം വായിക്കുവാൻ യേശു എഴുന്നേറ്റ് നിന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, യേശുവിന് കൊടുത്തു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം ആർക്ക് കൊടുത്തു? യേശു കർത്താവിന് കൊടുത്തു. യേശു പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു ദൈവവചനം വായിച്ചപ്പോൾ, ആ പുസ്തകം വിടർത്തിയപ്പോൾ, ഹല്ലേലൂയ, തന്നെ കുറിച്ചുള്ള ദൂത് അതിലൂടെ ലഭിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾക്കുള്ള ദൂത്, നിങ്ങൾക്കുള്ള ആലോചനകൾ, നിങ്ങൾക്കുള്ള ദൈവിക പ്രവൃത്തികൾ ഈ തിരുവെഴുത്തുകളിൽ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുക, നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കണം, ദൈവവചനത്തിൽ ഉച്ചരിക്കണം, ദൈവവചനത്തിൽ സന്തോഷിച്ച് അതിന്റെ സ്നേഹം അനുഭവിച്ച് അതിന്റെ മഹത്വം അറിഞ്ഞ് അതിന്റെ നന്മ പ്രാപിക്കുന്നവരായി തീരണമെന്ന് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹല്ലേലൂയ ദൈവാത്മാവിൽ പ്രബോധിപ്പിക്കുക. ഇവിടെ യേശു പുസ്തകം വിടർത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും ദൂതാലോചന അറിയാൻ വചനം തിരിച്ചും മറിച്ചും ഒരു വചനം കിട്ടിയാൽ ശരിയല്ല. അത് അങ്ങനെ ഒരല്ല. യേശു വിടർത്തിയപ്പോൾ യേശുവിനുള്ള ദൂത് അതിൽ വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഭാരത്തോടും വിഷമത്തിലോടും ദുഃഖത്തിലൂടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ല ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ആലോചന ലഭിക്കുവാൻ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അറിയുക, നിങ്ങളെ കുറിച്ചുള്ള സകല പദ്ധതികളും, നിങ്ങൾ എന്താണെന്നും നിങ്ങൾ എന്തായിത്തീരുമെന്നും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള അതൊരു വലിയൊരു രേഖയാണ്, വലിയൊരു വിൽപത്രമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തുകളെ, ഈ യേശുവിന്റെ തിരുമൊഴികളെ, ദൈവത്തിന്റെ വചനങ്ങളെ, ആ ദൈവീയ പ്രവൃത്തികൾ നിങ്ങൾ അറിയണം, നിങ്ങൾ വായിക്കണം, നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇന്ന് രാത്രിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇവിടെ പറയുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:16 വീണ്ടും വായിക്കാം നമുക്ക്. യേശു വളർന്ന നസറേത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യേശുവിന് കൊടുത്തു. യേശു പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യേശുവിനോടുള്ള ദൂതാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനും കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നിങ്ങളെ ഒരു അഭിഷേകത്താൽ ഇന്ന് രാത്രി ദൈവം നിറയ്ക്കും. ദൈവവചനത്തിന്റെ ആത്മശക്തി ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മൺകൂടാരത്തിലേക്ക് വ്യാപരിക്കും. ആ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ ആ തേജസ് വ്യാപരിക്കും. നിങ്ങളുടെ അസ്ഥിയുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അസ്ഥി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്നവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, അസ്ഥി സംബന്ധമായ രോഗത്തെ ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വചനം സൗഖ്യം കൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കുക. ദൈവ പ്രവൃത്തി ഇന്ന് കാണും, ഇന്ന് അനുഭവിക്കും. കാരണം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ നസറേനായ യേശുവിന്റെ തിരുമൊഴികൾ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി, ചൈതന്യമായി, പ്രകാശനമായി ഇന്ന് രാത്രി ഇറങ്ങി വരുമെന്ന് ഞാൻ പൂർണ്ണമായി ആത്മാവിൽ അറിയുന്നത് കൊണ്ട് ആത്മാവ് ഇന്ന് രാത്രി ചില ദൈവിക പ്രവൃത്തികൾ ചെയ്തെടുക്കും. അതെ, നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ ദൈവവചനം പ്രതികരിക്കാൻ പോകുക. ഈ ദൈവവചനം വിടുതൽ നടത്താൻ പോകുക. അത്ഭുതം ചെയ്യാൻ പോകുക. വീര്യപ്രവൃത്തികൾ ചെയ്യാൻ പോകുക. കാരണം ദൈവവചനം എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ, ദൈവവചനം എവിടെയൊക്കെ ശുശ്രൂഷിക്കപ്പെട്ടിട്ടുണ്ടോ, അവിടെല്ലാം അത്ഭുതങ്ങളും അടയാളവും നടന്നെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, അത്ഭുതം നീ കാണാൻ പോകുക. അത്ഭുതം കാണാൻ പോകുക. ദൈവം പറയുന്ന വാക്ക് മാറിപ്പോകത്തില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും സകലതും മാറിപ്പോകും. നമ്മളോട് ആലോചന പറഞ്ഞവർ മാറിപ്പോയാലും വാക്കുകൾ, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക് മാറിപ്പോകത്തില്ല. അത് എത്ര ഉണ്ടെങ്കിലും ഉവ്വ് എന്നും മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഭാരത്തോടും ദുഃഖത്തോടും ഇരിക്കുന്നവരോട് ആശ്വാസ വചനമായി, വിടുതലിന്റെ വചനമായി, അനുഗ്രഹത്തിന്റെ വചനമായി ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ വചനം പ്രതികരിക്കാൻ പോകുക, വിടുതൽ അയക്കാൻ പോകുക. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ യേശു ദൈവത്തിന്റെ വചനം വായിച്ചു. യേശു ദൈവത്തിന്റെ വചനം വായിച്ചെങ്കിൽ യേശുവിൽ പ്രിയം വെച്ച എല്ലാവരും, യേശു കർത്താവിനെ വിശ്വസിച്ച എല്ലാവരും, യേശു കർത്താവിനെ സ്വീകരിച്ച എല്ലാവരും ദൈവവചനം വായിച്ചിരിക്കണം. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും വായിച്ചിരിക്കണം. അത് നിർബന്ധമായി ദൈവം പറയുന്നു. അതിന് കർത്താവ് പതിപോലെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവര് നല്ലതുപോലെ വായിക്കുന്നത് കൊണ്ട് യേശുവിന് വചനം കൊടുത്തു. യേശു വായിച്ചു. അന്ന് യേശുവിനെ കുറിച്ചൊരു ദൂത് ലഭിക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള ദൂത്, ഇന്ന് രാത്രി നീ വായിക്കുന്ന വചനത്തിലൂടെ, നീ ഭാരപ്പെടുന്ന വിഷയത്തില് നിന്നോട് സംസാരിക്കും ഈ ദൈവവചനം. ഈ വചനം ദൈവമാണ്. ഈ വചനം യേശു കർത്താവാണ്. ഈ വചനം പരിശുദ്ധാത്മാവാണ്. ഇത് നിന്നോട് സംസാരിക്കും, മുഖാമുഖം സംസാരിക്കും. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ ഈ ബൈബിൾ മുഴുവനും നീ നോക്കിയാൽ, അത് വായിക്കുമ്പോൾ നിന്നെ അതിനകത്ത് കാണാൻ പറ്റും. നിന്റെ സ്വഭാവം ഇതിനകത്ത് കാണാൻ പറ്റും. നീ ചെയ്യാൻ പോകുന്ന പ്രവർത്തികൾ ഇതിനകത്ത് കാണാൻ പറ്റും. കാരണം നീ തന്നെയാണ് ഈ വചനം. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ആത്മാർത്ഥതയോടെ, ദൈവ സ്നേഹത്തിലൂടെ, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ചൊന്ന് വായിക്കാൻ തയ്യാറായാൽ ദൈവം ഇതിനകത്തോട് സംസാരിക്കുമെന്ന്. മുഖാമുഖം സംസാരിക്കും. നിന്റെ പപ്പ സംസാരിച്ചതുപോലെ, മമ്മി സംസാരിക്കുന്നത് പോലെ, ബന്ധുമിത്രാദികൾ സംസാരിക്കുന്നത് പോലെ, അല്ല നിന്റെ ഭാര്യ ഭർത്താവ് സംസാരിക്കുന്നത് പോലെ ദൈവം നിന്നോട് സംസാരിക്കും. നിന്നോട് സംസാരിക്കുന്ന ഏകമാർഗമാണ് ദൈവത്തിന്റെ വചനം.
ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുക, വചനത്തിന്റെ രഹസ്യ അറകളെ, വചനത്തിന്റെ വിവേചനങ്ങളെ, വചനത്തിന്റെ പൊരുളുകളെ, അതിന്റെ മൊഴികളെ, അതിന്റെ തലങ്ങളെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൈവദാസന്മാർക്ക് അത് വെളിപ്പെടുത്തി തരാൻ പോകുക. ചില മർമ്മങ്ങൾ, മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ, അതേ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് ഇഷ്ടമായി. അത് ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങളെ എനിക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലത് ചെയ്യാൻ പോകുക. തീയതി കുറിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. അല്ലെങ്കിൽ മറുപടിയുടെ അകത്ത് നീ ഇരിക്കുകയാണ്. മറുപടിയുടെ പൂർത്തീകരണം, മറുപടി ലഭിക്കുന്ന സമയമായിരിക്കുക. അത് ഇന്ന് രാത്രി തന്നെ അത് ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനായി ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഞാനാക്കി തീർത്ത ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ദൈവം ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരോട് സംസാരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും, നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കും, നിങ്ങളുടെ പ്രവൃത്തിയോട് സംസാരിക്കും, നിങ്ങൾ ചെയ്യുന്ന പദ്ധതികളോട് സംസാരിക്കും. ആ വചനം അല്ലെങ്കിൽ ചൈതന്യമാണ്. കാരണം ഇത് വെറും വചനമല്ല, സ്വർഗത്തിൽ നിന്ന് എഴുതപ്പെട്ട, സ്വർഗത്തിൽ സ്ഥിരമായ ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവന്റെയും ഭക്തിക്കും വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം നിന്നോട് പ്രതികരിക്കാതെ പോകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പ്രതികരിക്കുന്ന രാത്രിയായി തീരാൻ പോകുക, നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയായി തീരാൻ പോകുക. പ്രിയപ്പെട്ടവർ സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് അനുഗ്രഹിക്കുന്ന ദിവസമായി തീരാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി തീയായി ഇറങ്ങും, അതേ അഗ്നിയായി ഇറങ്ങും. കർമ്മേലിൽ ഏകനായി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി വന്നതുപോലെ കർമ്മേലിന്റെ അനുഭവത്തിലാണോ നീ നിൽക്കുന്നത്? വെല്ലുവിളിയുടെ അനുഭവത്തിലാണോ നീ നിൽക്കുന്നത്? ഭാരത്തോടാണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരിച്ച് ദൈവവചനത്തോട് നീ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ, ആമേൻ പറയാൻ തയ്യാറാണെങ്കിൽ, സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിന്റെ അഭിഷേകം, സ്വർഗത്തിലെ അഗ്നി, സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ശത്രുമണ്ഡലങ്ങൾ ഇന്ന് രാത്രി തകർന്നു മാറും, കോട്ടകൾ ഉടഞ്ഞു മാറും. പാറയെ തകർക്കുന്ന ചുറ്റികയായി ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഇറങ്ങി വരാൻ പോകുക. അത് നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുക. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുത വചനമായി ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പ്രതികരിക്കുക. നിന്നെ വിടിവിക്കാൻ തയ്യാറായി വരിക. നിന്റെ ഭവനത്തിൽ, നിന്റെ വാതിൽ വന്ന് ഈ വചനം മുട്ടുക. നീ നിന്റെ ഹൃദയം തുറക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഇരുന്ന് പ്രവർത്തിക്കും. അത് ഹൃദയത്തിൽ നിൽക്കുന്ന ദൈവത്തിന് ഹിതമില്ലാത്ത എല്ലാ മേഖലകളും ഇന്ന് രാത്രി തകർന്നു മാറി ഒരു വലിയ ദൈവ പ്രവൃത്തിയിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ പിടിച്ചുയർത്തുവാൻ ഇടയാകും. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു അതുപോലെ ദൈവവചനം വായിച്ചതുപോലെ പ്രിയപ്പെട്ടവരോട് വീണ്ടും ഞാൻ ആവർത്തിക്കുക, ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ ഉച്ചരിക്കണം. ദൈവവചനത്തെ സ്നേഹിക്കണം. ദൈവവചനത്തെ മാറോട് മുറുകെ പിടിക്കണം. ഇത് നിങ്ങളെ തകർത്ത് കളയത്തില്ല. വെള്ളത്തിലൂടെ പോയാൽ നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. തീയിലൂടെ പോയാൽ നിങ്ങൾ ബന്ധപ്പോകത്തില്ല. കാരണം ഈ വചനം ശാശ്വതമായ ഭുജം കൊണ്ട് നിങ്ങളെ താങ്ങും. ഇതിനകത്ത് ദൈവത്തിന്റെ കരമുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ കാതുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ വായുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ കാലുകളുണ്ട്, ഇതിനകത്ത് ദൈവത്തിന്റെ ഹൃദയമുണ്ട്. അതറിയണമെങ്കിൽ ഈ ദൈവവചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ ഇറങ്ങുവാൻ തയ്യാറാകണം. ഒന്ന്, ദൈവവചനം നിങ്ങൾ വായിച്ചിരിക്കണം. ദൈവവചനം വായിച്ചിരിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ അത് വായിച്ചാൽ അതെ, ഈ ദൈവവചനം വായിച്ചാൽ, നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്കും ഗ്രഹിക്കാം. ദൈവവചനം വായിച്ചാൽ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന് കിട്ടിയത് പോലുള്ള ദൈവീയ മർമ്മങ്ങൾ, തലങ്ങൾ അതിനേക്കാൾ ഉപരി പ്രിയപ്പെട്ടവർക്ക് തരുമെന്നാണ്. അത് ഗ്രഹിക്കാൻ കഴിയുമെന്ന് ഈ വചനം വായിച്ചാൽ, ഈ വചനത്തിൽ ഉറ്റിരിക്കാൻ തയ്യാറായാൽ, ഈ വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവദാസന്മാർ കാലഘട്ടങ്ങളായി, വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പ്രസംഗിച്ചിട്ട് ഈ ദൈവവചനത്തിന്റെ പ്രസക്തി തീർന്നു പോയിട്ടില്ലെന്ന്.
ഇന്ന് ഈ ദൈവവചനത്തിന്റെ പ്രസക്തി അതിശക്തമായി അത്ഭുതമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഓരോ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോഴും ഒരു വചനം തന്നെയാണ് പ്രസംഗിക്കുന്നതെങ്കിലും വിവിധ ആത്മീയ സത്യങ്ങളായി, മർമ്മങ്ങളായി, പൊരുളുകളായി, വിടുതലായി ഇത് വ്യാപരിച്ചു കൊണ്ടിരിക്കാൻ കാരണം ഇത് ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തെളിഞ്ഞതല്ല. ഏതെങ്കിലും അവസരം കിട്ടിയപ്പോൾ ഒരു പേപ്പറും എടുത്ത് മേനയുമെടുത്ത് അല്ലെ മഷിത്തന്നിൽ മുക്കി എഴുതിയതല്ല. സ്വർഗം തുറന്ന് എഴുതിപ്പിച്ചതായതുകൊണ്ട്, ഇത് മനുഷ്യന്റെ ബുദ്ധിയിൽ എഴുതാത്തത് കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ പദ്ധതിയുമായി അത് എഴുതപ്പെട്ടതായതുകൊണ്ട് ഇതിന്റെ പുതുമ നഷ്ടപ്പെടുത്തില്ല. ഓരോ ദിവസം വായിക്കും തോറും ഇതിന്റെ പുതുമ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് അറിയാ ഒരു പുതിയൊരു അനുഭവത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളെ പിടിക്കുന്ന രാത്രിയാണ്. അതെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുത സ്നേഹം നീ അനുഭവിക്കും. സ്വത്രം അനുഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു ദൈവവചനം വായിച്ചാൽ ഗ്രഹിക്കാൻ പറ്റും. 1 തിമോഥെയോസ് 4:13 പറയുന്നു. 1 തിമോഥെയോസ് 4:13 പറയുന്നു, ഞാൻ വളരുവോളം വായന, പ്രബോധനം, വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഹല്ലേലൂയ. ശ്രേഷ്ഠ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ നീചപുത്രനായിരിക്കുന്ന തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ, ഞാൻ നിന്റെ അടുക്കൽ വരുവോളം നീ എന്തിലിരിക്കണം? വായന, ഉപദേശം, പ്രബോധനം എന്നിവയിൽ ഊറ്റിരിക്കണം. കാരണം ദൈവവചനത്തിൽ നിന്ന് മാറിയാൽ, ദൈവീയ പ്രവൃത്തിയിൽ നിന്ന് മാറിയാൽ ലോകത്തിന്റെ പ്രവൃത്തിയിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഒരു പരുന്ത്, അല്ലെങ്കിൽ സ്വത്രം, അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ, കോഴിയെ അല്ലെങ്കിൽ ഇരയെ റാഞ്ചാൻ ഇരിക്കുന്നത് പോലെ പിശാച് ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് അലർന്ന സിംഹം പോലെ നടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ വചനത്തിൽ നീ ഉറ്റിരുന്നാൽ ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ശത്രുവിന് നിന്റെ മേൽ അവകാശം പറയാൻ പറ്റത്തില്ല. അവന് പുറത്ത് പറയാം അവകാശമെന്ന്, എന്നാൽ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, ഈ വചനത്തിൽ ഉറ്റിരിക്കുന്നവരോട്, പ്രിയപ്പെട്ടവരോട് പറയാ, ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയാണ്, പ്രാർത്ഥനയിലും ഉപദേശത്തിലും പ്രബോധനത്തിലും വായനയിലും നിങ്ങൾ ഉറ്റിരിക്കണം. അത് ഏത് വായിക്കണം? മനോരമ മംഗളം വായിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, മാതൃരാജ്യം എന്ന പുസ്തകം വായിക്കുന്ന കാര്യമല്ല പറഞ്ഞത്, ഏതെങ്കിലും ആരെങ്കിലും ബുദ്ധിയിൽ എഴുതിയിരിക്കുന്ന നോവലുകൾ വായിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ വചനം തന്നെ നിങ്ങൾ വായിക്കണമെന്ന്. ഈ വചനം നിങ്ങൾക്ക് ബുദ്ധി പകർന്നു തരും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് വചനം പറയുന്നെങ്കിൽ ബുദ്ധി മണ്ഡലങ്ങളെ തുറക്കുന്ന രാത്രിയായി തീരുമെന്ന് ബുദ്ധി നിങ്ങൾക്ക് തുറന്നു തരും. ഈ വചനം വായിച്ചാൽ ജ്ഞാനം ലഭിക്കുമെന്ന്, പരിജ്ഞാനം ലഭിക്കുമെന്ന്, വിവേചനം ലഭിക്കുമെന്ന്. അത് തന്നെയല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആത്മീയ ദൂതുകള്, ഭൗതിക നന്മകൾ നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ മുമ്പിലേക്ക്, അത് നിന്നിലേക്ക് ഇറങ്ങി വരുമെന്ന്. അതാണ് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത. സുലഭമായി ലഭിച്ചിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കരങ്ങളിൽ അത് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. ഈ ദൈവവചനം നിനക്ക് ചൈതന്യമായി വ്യാപരിക്കുന്ന രാത്രിയായി തീരട്ടെ. അപ്പൊ തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞ വചനം കേട്ടല്ലോ. ഉപദേശം, വായന, പ്രബോധനം എന്നിവയിൽ നീ ഉറ്റിരിക്കണം. കാരണം ഇതിൽ ഇരുന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകുന്നു. ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇത് എഴുതി തന്നിരിക്കുന്നത്. നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവന്, അതെ, ഈ പ്രവചനം, ദൈവത്തിന്റെ വചനം വായിച്ചു കേൾപ്പിക്കുന്നവന്, കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമടുത്തിരിക്കുന്നു. അപ്പൊ തിരുവചനത്തില് വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാനത്തെ പുസ്തകമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം വിളിച്ചു വരികയാണ്. ഈ വചനം വായിച്ച് കേൾപ്പിക്കുന്നവരും അത് പ്രമാണിക്കുന്നവനും അനുഗ്രഹം പ്രാപിക്കുമെന്ന്. ഒന്നുകൂടി ആ വചനം വായിക്കാം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്ന, ഈ പ്രവചനത്തിന്റെ, ഇത് പ്രവചനമാണ്. ഹല്ലേലൂയ.
വ്യക്തികളെ കുറിച്ചുള്ള പ്രവചനം, അല്ലെ കുടുംബത്തെ കുറിച്ചുള്ള പ്രവചനം, തലമുറയെ കുറിച്ചുള്ള പ്രവചനം, നിത്യതയെ കുറിച്ചുള്ള പ്രവചനം, ഭാവി കാര്യങ്ങളെ കുറിച്ചുള്ള, ഭാവിയിൽ ഈ ലോകം എന്തായിത്തീരുമെന്നുള്ള അതിനെ കുറിച്ചുള്ള പ്രവചനം വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും വായിച്ചു കേൾക്കുന്നവരും ഇന്ന് രാത്രി കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യം ചെയ്തവരാണ്, ഭാഗ്യന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം സമയം അടുത്തിരിക്കുന്നു. അതെ, യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിന്റെ ഉപദേശത്തിലും അതിന്റെ പ്രബോധനത്തിലും വായനയിലും നമുക്ക് ഒറ്റിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ഒരുങ്ങാം. ദൈവവചനത്തിന്റെ വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒന്നുകൂടി തികച്ച് ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്ന് മടങ്ങി വരാം. ഹല്ലേലൂയ. വിലാപത്തിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, പണ്ടത്തെ പോലെ നല്ലൊരു കാലം എനിക്ക് തരണമേ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി, പണ്ട് നമുക്ക് വായനയുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, ആരാധനയുണ്ടായിരുന്നു, ഉപവാസമുണ്ടായിരുന്നു, ദൈവത്തോട് വലിയ തീക്ഷ്ണതയായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിന് മങ്ങൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ആ മങ്ങലുകൾ മാറ്റി ഒരു പുതുക്കം പ്രാപിച്ച് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഒരുങ്ങാം. അതെ, ദൈവവചനമായി നമുക്ക് ഒരുങ്ങാം. ദൈവവചനത്തിന്റെ വിശുദ്ധിയിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അതിന്റെ ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കാം. അതിന്റെ പൊരുളുകളിലേക്ക് നമുക്ക് ഇന്ന് രാത്രി പ്രവേശിക്കാം. ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ഇന്ന് രാത്രിയിൽ എനിക്കും ആ കൃപ ലഭിക്കട്ടെ. സ്തോത്രം. അപ്പൊ ഒന്ന്, ദൈവവചനം നിങ്ങൾ വായിക്കണം. ദൈവവചനം വായിക്കണമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിച്ചാൽ മാത്രം പോരാ, ആ വചനം ദൈവവചനം വായിച്ചിട്ട് കാര്യമില്ല. വായിക്കുന്ന പാരഗ്രാഫ്, പുസ്തകം അല്ലെങ്കിൽ ഒരു അധ്യായമാണെങ്കിൽ അത് നിങ്ങൾ ധ്യാനിക്കണം. വായിച്ചു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയവും ആ വചനവും കൊണ്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കണം. എന്നിട്ട് അതിന്റെ ആത്മീയ സത്യങ്ങൾ, അതിന്റെ പൊരുളുകള്, അതിന്റെ യഥാർത്ഥ സത്യം നമ്മൾ അറിയാൻ വേണ്ടി ദൈവസന്നിധിയെ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. അപ്പൊ ദൈവവചനം ധ്യാനിക്കണം. ജോഷുവയുടെ പുസ്തകം 1:8 പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. യോശുവയോട് പറയാണ്, അല്ലെങ്കിൽ മോശയ്ക്ക് ശേഷം ശ്രേഷ്ഠ ശുശ്രൂഷകനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ജോഷുവയോട് ദൈവത്തിന്റെ വചനം പറയാണ്, അല്ലെങ്കിൽ ദൈവാത്മാവ് സംസാരിക്കാണ്. യഹോവയുടെ അരുളപ്പാടാണ് ഇത് പറയുന്നത്. നിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ വചനം നീങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരുടെ ഇന്ന് രാത്രിയിൽ പറയാ, ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടവരോട് ഇന്ന് രാത്രിയിൽ പറയാണ്, ദൈവത്തിന്റെ വചനം നിന്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. വചനം നീ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഒന്നുകൂടി വായിക്കാൻ താപ്പോട്ടെ. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരോട് പറയാണ്, ജോഷുവോട് പറയാണ്, ഹല്ലേലൂയ, എന്റെ വചനങ്ങൾ നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. അത് പ്രമാണിക്കാൻ വേണ്ടി നീ പകൽ എന്ത് ചെയ്യണം? ധ്യാനിക്കണമെന്ന്, അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയാ. എന്ന് വെച്ചാൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നീ വായിച്ച വചനം നിന്റെ ഹൃദയത്തിൽ ധ്യാനിക്കണം. അത് നീ ദൈവമായിട്ട് സംസാരിക്കുക. അത് നീ പുറത്ത് വലിയ ശബ്ദത്തോടൊന്നും പറയണ്ടെന്ന്. അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈ വചനം വായിച്ച് ധ്യാനിച്ചാൽ നിശ്ചയമായിട്ട് നിന്റെ മുമ്പിൽ ഒരു ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. നിന്റെ ഉള്ളങ്കാല് ചവിട്ടുന്ന ദേശം നിനക്ക് അവകാശമായി തരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയാ, ഈ വചനത്തിൽ നീ ഉറ്റിരിക്കാൻ തയ്യാറായ ശത്രു തരുത്തില്ലെന്ന് പറഞ്ഞ്, ശത്രു ഒതുക്കി വെച്ചിരിക്കുന്ന, ശത്രു ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ശത്രു ഇനിയും നിനക്കത് ലഭിക്കില്ലെന്ന് പറഞ്ഞ് വാദിച്ചിരിക്കുന്ന മണ്ഡലത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് തകർത്ത് നിനക്ക് വേണ്ടി അവിടേക്ക് ഒരു പ്രവേശനം തന്ന് ആ സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തി ദൈവം മാനിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുക. തകർക്കുമെന്ന് പറഞ്ഞ് ദുഷ്ടൻ എത്ര പദ്ധതികളോ ഇരിക്കാനും നിന്റെ വായിന്ന് വചനം മാറിപ്പോകുന്നില്ലെങ്കിൽ, നീ വചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, രാപകൽ ദൈവവചനമായി നീ കൂട്ടുപിടിക്കുന്നെങ്കിൽ, അതുമായി മല്ലുപിടിക്കുന്നെങ്കിൽ, അതുമായി സ്നേഹിക്കുന്നെങ്കിൽ, അതുമായി മാറോടി
ചേർത്ത് പിടിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ശത്രുവിന്റെ കോട്ട തകർന്ന്, പാതാള ശക്തികൾ തകർന്ന്, പാതാള ഗോപുരങ്ങൾ തകർന്ന്, ഇന്ന് രാത്രിയിൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചെയ്തു തരും. അസാധ്യ മേഖലകളിൽ ദൈവം സാധ്യമാക്കി തരും. അറ തുറന്ന് ഇന്ന് രാത്രി പുറത്തു വരുന്ന രാത്രിയാ. അതെ, അറ തുറന്ന് പുറത്തു വരുന്ന രാത്രിയാ ഇന്ന്. ഹല്ലേലൂയ. എത്ര ദിവസം ഇങ്ങനെ കിടക്കുമെന്ന്, എത്ര ദിവസമായി ഞാൻ ഇത് അനുഭവിക്കുന്നെന്ന് പറയുന്ന ചില പ്രിയ കുടുംബത്തോട് ദൈവത്തിന്റെ ആത്മപ്രിയ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന രാത്രിയായി തീരാമ. ഈ വചനം അതിന്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങി വരത്തുള്ളൂ. ഇതിന്റെ പദ്ധതികൾ നിവർത്തീകരിച്ചേ വരത്തുള്ളൂ. ഈ വചനം വെറുതെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രവേശിക്കത്തില്ല. ഇതിനകത്തൊരു അത്ഭുതമുണ്ട്, ഇതിനകത്ത് വിടുതലുണ്ട്, ഇതിനകത്ത് സൗഖ്യമുണ്ട്, ഇതിനകത്ത് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, ഇതിനകത്ത് ദൈവ സ്നേഹം നിറഞ്ഞു കവിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയുക, ദൈവവചനം ധ്യാനിക്കണം. ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഹല്ലേലൂയ. വെച്ചിട്ട് അത് തീർന്നല്ലോ. സങ്കീർത്തന പുസ്തകം 1:2 യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ, പ്രിയപ്പെട്ടവരോട് പറയാണ്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ, അതെ ദൈവവചനത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യം ചെയ്തവനാണ്. അപ്പൊ ഇവിടെയും കർത്താവ് പറയാണ്, രാപ്പകൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം, ദൈവവചനത്തിൽ സന്തോഷിക്കണം. അവിടെ പറയാണ്, അല്ലെ ഒന്നുകൂടി വായിക്കാം വചനം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അപ്പൊ ദൈവവചനത്തിൽ സന്തോഷിക്കണം. ദൈവവചനത്തിൽ സന്തോഷമുണ്ടെന്നേ. ദൈവവചനം കേൾക്കുമ്പോ ഭാരത്തിലും വിഷമം, പ്രിയപ്പെട്ട ശുശ്രൂഷകരിൽ നിന്ന് ലഭിക്കുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ എത്രമാത്രം സന്തോഷിക്കാറുണ്ട്. ആ വചനം ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ വചനം പറയുക, ഈ വചനത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. എന്നിട്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ രാപ്പകൽ 24 മണിക്കൂറും നിന്റെ ഹൃദയത്തിൽ അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഇന്ന് പകൽക്കാലം വായിച്ച വചനം, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ വായിച്ച വചനം നീ എന്ത് ചെയ്യണം? അതിനെ ധ്യാനിക്കണം. വായിച്ച വചനത്തെ ധ്യാനിക്കണം. കഴിഞ്ഞ ദിവസം വായിച്ച വചനത്തെ ധ്യാനിക്കണം. അതിനെ വായിച്ച് കളയരുത്. ഏതെങ്കിലും പിന്നെ ലേഖനങ്ങൾ വായിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ പത്രങ്ങൾ വായിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ മാസിക വായിക്കുന്നത് പോലെയല്ല. ആ ലാഘവത്തോട് വായിക്കരുത്. ഇത് വായിച്ച് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിച്ച് അനുഗ്രഹം പ്രാപിക്കണം. ദൈവവചനം വായിച്ചാൽ അനുഗ്രഹം പ്രാപിക്കുമെന്ന്. ദൈവവചനം വായിച്ചാൽ നിശ്ചയമായിട്ട് നീ അനുഗ്രഹിക്കും. ഈ ദൈവത്തിന്റെ വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം, തിരുവെഴുത്തുകള്, ഏത് ഭവനത്തിൽ ചെന്നിട്ടുണ്ടോ ആ കുടുംബത്തിനകത്തെ ബന്ധനങ്ങൾ അഴിയുമെന്ന് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് വചനമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. നിങ്ങളെ വിടിവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവവചനത്തോട് പ്രതികരിക്കുക, ദൈവവചനത്തെ ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ, ആ ദൈവവചനത്തെ ഒന്ന് സ്നേഹിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന രാത്രിയാണ്. വരും ദിവസങ്ങളിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കും. തടസ്സമായി നിൽക്കുന്ന ചില പേപ്പർ വർക്കുകളെ കർത്താവ് ഇന്ന് ഓപ്പൺ ആക്കുന്ന രാത്രിയാണ്. സന്താനത്തിന്റെ മക്കളുടെ വിസ സംബന്ധമായി ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ഇറങ്ങട്ടെ. ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന രാത്രിയായിരിക്കും. സങ്കീർത്തന പുസ്തകം 119 148 വചനത്തിൽ പറഞ്ഞു, ദൈവവചനം ധ്യാനിക്കണമെന്ന്. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എന്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഓരോ യാമങ്ങളിലും വായിക്കാൻ വേണ്ടി തിരുവചനത്തെ ധ്യാനിക്കുന്നുണ്ടതിന് വേണ്ടി
അത് തയ്യാറെടുക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അപ്പൊ തിരുവചനം ധ്യാനിക്കണം. അത് അല്ലെങ്കിൽ ഓരോ യാമങ്ങളിലും ധ്യാനിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഓരോ യാമങ്ങളിൽ അത് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ, നിന്നെ പോലെ ഭാഗ്യം ലഭിച്ചവർ വേറെ ആരുമില്ല. സ്വത്ത് കൊണ്ടല്ല, കാറ് കൊണ്ടോ സമ്പത്ത് കൊണ്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ സ്വർഗത്തിൽ നീ ഉന്നതനായി തീരുമെന്ന്, സ്വർഗത്തിൽ നീ ശ്രേഷ്ഠനായി തീരുമെന്ന്, സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുണ്ടെന്ന് ഈ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തെ നീ രാപ്പകൽ ധ്യാനിച്ച് ശത്രുവിന്റെ എല്ലാ നുഖങ്ങളെ തകർത്ത്, ശത്രുവിന്റെ എല്ലാ ചിന്തകളെയും തകർത്ത്, അവന്റെ ആലോചനകളെ തകർത്ത് ഇന്ന് രാത്രിയിൽ ഒരുങ്ങുവാൻ തയ്യാറാണെങ്കിൽ, ദുഷ്ടന്റെ ആലോചനകളിൽ നിന്ന് കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാണ്. ദുഷ്ടന്റെ പദ്ധതികളിൽ നിന്ന് ഇന്ന് രാത്രി കർത്താവ് നിന്നെ വിടുവിക്കും. കാരണം നീ എനിക്ക് പ്രിയപ്പെട്ടവളാ, എനിക്ക് നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. അതുകൊണ്ട് നിന്നെ ഞാൻ മാറ്റി നിർത്തില്ല, നിന്നെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തി. നിനക്ക് വേണ്ടി ഞാൻ ഒരു പ്രവൃത്തി ഇന്ന് രാത്രി ആരംഭിക്കുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവവചനം വായിക്കണം. വായിച്ച വചനം നീ ധ്യാനിക്കണം. ഇന്ന് പകൽക്കാലം വായിച്ച വചനം ധ്യാനിക്കണം. നിങ്ങൾ അത് കഴിഞ്ഞില്ലെങ്കിൽ ധ്യാനിക്കണം. പ്രിയപ്പെട്ട ലൈവിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ധ്യാനിക്കണം. ഇത് കേൾക്കാൻ പോകുന്നവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവവചനം ധ്യാനിക്കണം. അടുത്തത്, ധ്യാനിക്കുന്ന വചനം വിശ്വസിക്കണം. സ്തോത്രം. ഒരു വചനം വായിച്ച് അതിൽ നിന്ന് നിനക്ക് ധ്യാനിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ദൈവിക ദൂതിനെ നീ വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17:20 വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യഗണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പറയുന്ന ചില വേദവാക്യമാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവ് ഇന്ന് തരുന്നത്. കർത്താവെ ഒന്നോട് വായിക്കാൻ പറ്റണം. ഇവർക്ക് വേണ്ടി മാത്രമല്ല, കർത്താവ് പ്രാർത്ഥിക്കുക, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ യേശുവിന്റെ ശിഷ്യഗണത്തിന്റെ വചനത്താൽ, യേശുവിൽ വിശ്വസിക്കപ്പെട്ടവർ പറയുന്ന വചനത്താൽ, എന്നുവെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന വചനത്താൽ നിങ്ങളും അനുഗ്രഹം പ്രാപിക്കണമെന്നും വിടുതൽ പ്രാപിക്കണമെന്നും 2000 വർഷത്തിന് മുമ്പ് പുൽത്തൊട്ടിൽ ജനിച്ച ദരിദ്രനായി പിറന്നു വന്ന 33.5 വയസ്സ് നമ്മുടെ പാപത്തിന് പരിഹാരമായി ഗാഗുൽത്തമനെ യാഗമായി തീർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ദൃഷ്ടാന്തമായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് സ്വർഗാരോഹണം ചെയ്ത് ഇനിയും വന്ന് നിങ്ങളെ ചേർക്കാമെന്ന് പറഞ്ഞ് ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മരിച്ചവരെ പോലും ഉയർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പറയുകയാണ്, ഇവർ പറയുന്ന പ്രാർത്ഥനയിൽ, ഇവർ പറയുന്ന വചനത്താൽ അവരും അനുഗ്രഹം പ്രാപിക്കണമെന്ന്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി മാറ്റമില്ലാത്ത ദൈവവചനമായി പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ദൈവാത്മാവിനെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുവാനും അത് പ്രാപിക്കുവാനും അത് സ്വീകരിക്കാനും തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുക, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കുമെന്ന്. ഈ വചനം പിതാവായ ദൈവത്തിന്റെ പുത്രനായ ഏകജാതനായ പുത്രനായ യേശു കർത്താവ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു തന്ന ആശീർവാദം പറഞ്ഞ് ആശീർവദിച്ചു തന്ന ഈ വചനം നിനക്ക് ജീവനായി ഇന്ന് രാത്രിയിൽ ഇറങ്ങുമെന്ന് പ്രിയപ്പെട്ടവരെന്ന് മറന്നു പോകരുത്. അത്ഭുതം നിനക്ക് നടക്കുമെന്ന്. ഭാരപ്പെടേണ്ട, തകർന്നു പോകത്തില്ല. കോട്ടകൾ അകത്ത് ഒതുക്കപ്പെട്ട് പോകത്തില്ല. അതിനകത്തുനിന്ന് പുറത്തു വരുന്ന രാത്രിയാണ് ഈ ദൈവത്തിന്റെ വചനം. ഒന്നുകൂടി ആ യോഹന്നാന്റെ സുവിശേഷം 17:20 വായിക്കാം. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ അവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥന നോക്കണമേ. നമ്മൾ നമ്മുടെ എന്ന് പറയുന്ന വിഷയമല്ല, ഇവര് പറയുന്ന വചനത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി.
അതെ, ആ വചനമാണ് ഇന്ന് രാത്രി എന്നിലേക്ക് വന്നത്. എന്റെ വചനത്താൽ, ഞാൻ പറയുന്ന ഈ വാക്കുകളാൽ, ഈ ദൈവത്തിന്റെ വചനത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കർത്താവായ യേശുവാണെന്നേ, വേറെ ഒരു ശുശ്രൂഷകരല്ല പ്രാർത്ഥിച്ചത്. ദൈവം പ്രാർത്ഥിച്ചു. എന്റെ വചനത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ഈ ലോകത്തിലുള്ള സകല ജനവും രക്ഷിക്കപ്പെടേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അവരെ ആത്മാവിൽ കണ്ട് യേശു പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ പോവുക. ഈ പ്രാർത്ഥന നിനക്ക് അനുഗ്രഹമായി തീരുന്ന രാത്രിയായി തീരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. 8:13 വായിക്കാം. 8:37 യോഹന്നാന്റെ സുവിശേഷം 8:37. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അല്ലെ, യഹൂദ ജനമായിരിക്കുന്ന മഹാപുരോഹിതന്മാരോടും അല്ലെ അന്നത്തെ പ്രമാണിമാരോടും പറയുന്ന യേശുവിന്റെ ഒരു ദൈവവചനമാണ്. എന്താണ് ഒന്നുകൂടെ വായിക്കാതെ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാ. ശരിയാണ്. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാ, പേരുകൊണ്ട് എല്ലാം ഉണ്ട്. ബൈബിളുണ്ട്, ഹല്ലേലൂയ, പ്രാർത്ഥന ക്രമങ്ങൾ ഉണ്ട്, പുസ്തകങ്ങളുണ്ട്, എല്ലാം സത്യമാണ്. പക്ഷേ കർത്താവ് പറയുക, ഇസ്രായേലെ പുരോഹിതന്മാരെ, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാ. സത്യം, അതിനൊരു മാറ്റമില്ല, പേരുകൊണ്ടതാ. പക്ഷെ നിങ്ങളിൽ ഒന്നില്ല, എന്റെ വചനങ്ങളില്ല, എന്റെ വചനമില്ല. എന്റെ വചനം ഇല്ലാത്ത എനിക്കുള്ളവരല്ല. അതാണ് കർത്താവ് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഒന്നുകൂടി വായിക്കാം വചനം. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അതന്നെ, വചനത്തിന് അവരിൽ ഇടമില്ലാത്തത് കൊണ്ട്, വചനം അവരിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട്, സ്വീകരിക്കാൻ ആകാത്തത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? അവര് വചനം പറയുന്നവരെ കൊല്ലാൻ ശ്രമിക്കുന്നേ. ഇന്നും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നേ. ലോക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ. ഈ തിരുവഴുത്തുകളെ വിളിച്ചു പറയുന്നവരെ കൊന്നുകളയുവാനും എത്രയോ പേരെ കൊന്നുകളഞ്ഞു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹല്ലേലൂയ ദൈവവൃദ്ധന്മാരെ, അവരുടെ ഹല്ലേലൂയ കുടുംബത്തെയും ഹല്ലേലൂയ കൊന്നുകളഞ്ഞു. കാരണം ദൈവവചനം അവരിലേക്ക് ചെല്ലുവാൻ കഴിയാതെ അവരതിനെ തടസ്സപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് ഹല്ലേലൂയ ഇങ്ങനെ പറയുന്ന നല്ല കാര്യം പറയുന്നവരെ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെ തകർത്ത് കളയുന്നു. ഏത് കാലഘട്ടത്തിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും പ്രിയപ്പെട്ടവരൊന്നും മറന്നുകൊണ്ടും, ദൈവവചനം പറഞ്ഞവർ നക്ഷത്രത്തെ പോലെ ശോഭിക്കും. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠ നക്ഷത്രമായി തീരും. അതുകൊണ്ട് അവർക്ക് ഈ ലോകത്തിലുള്ള ജീവൻ നഷ്ടപ്പെട്ടാലും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നുവെന്ന് പറയുന്ന ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് ആയതുകൊണ്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെടുത്തിയില്ലെന്ന്, അവരുടെ ജഡത്തെ മാത്രമേ കൊല്ലുവാൻ കഴിയുന്നുള്ളൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഹല്ലേലൂയ, ദൈവവചനത്തിന് ഇടം കൊടുക്കണം. എന്നെ കേൾക്കുന്നവരോട് പറയുക, ദൈവവചനത്തിന് നിന്റെ ഹൃദയം ഇടം കൊടുത്താൽ നിന്നിൽ നിൽക്കുന്ന എല്ലാ ദുഷ്ടതയും, നിന്നിൽ നിൽക്കുന്ന ദുഷ്ടപ്രവൃത്തികളും ഹല്ലേലൂയ, അത് എത്ര വലിപ്പമുള്ളതാണെങ്കിലും അത് മാറിപ്പോയി ഒരു ചൈതന്യം വ്യാപരിക്കും. ആള് മാറിയവരെ പോലെ ഹല്ലേലൂയ ഈ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 12:48 വായിക്കാം. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഇവിടെ പറയാണ്, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളാതെ ദൈവത്തെ തള്ളിപ്പറയുന്ന, യേശുവിനെ തള്ളിപ്പറയുന്നവർക്ക് ന്യായവിധി ഉണ്ടെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുക. ഹല്ലേലൂയ. ഈ വചനം ഇരുവായ്ത്തലയാണെന്ന്. ഹല്ലേലൂയ, ന്യായവിധി ഉണ്ടെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയുക,
എന്നെ കേൾക്കുന്നവരോട് പറയുക, ദൈവത്തിന്റെ വചനം നിങ്ങൾ സ്വീകരിക്കണം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. യേശു കർത്താവിനെ നിങ്ങൾ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പനയെ പ്രമാണിക്കണം. ആ വാഗ്ദത്തമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. വിശുദ്ധ സ്നാനം സ്വീകരിക്കണം. വിശ്വാസ സ്നാനം സ്വീകരിക്കണം. അത് വെള്ളത്തിലിറങ്ങിയ സ്നാനമായിരിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. 1, ദൈവവചനം വായിക്കണം. 2, ദൈവവചനം ധ്യാനിക്കണം. 3, ദൈവവചനം വിശ്വസിക്കണം. അപ്പോൾ 1, വായിച്ച വചനത്തെ ധ്യാനിച്ച് വിശ്വസിച്ച് അത് ഗ്രഹിക്കണം. അപ്പോസ്തലപ്രവൃത്തി 8:26 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് അനന്തരം കർത്താവിന്റെ ദൂതൻ ഇന്നും പ്രവർത്തിക്കുന്നേ. ഫിലിപ്പോസിന്റെ അടുത്ത് ദൂതൻ ചെന്ന് പറയുക, എന്താണ്? നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ദൂതൻ വന്ന് പറയാ, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഇവിടെ അല്ല ഇരിക്കേണ്ട, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു പ്രവൃത്തി ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന റൂട്ടിലോട്ട് പോയാൽ നീ അത്ഭുതം കാണും. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരോട് പറയാ, ദൈവാത്മാവ് വ്യക്തമായിട്ടും ശക്തമായിട്ടും ഹല്ലേലൂയ ദൂത് പറഞ്ഞിട്ടും ദൂതിലേക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാതെ ആടി ഒലഞ്ഞ് ചുരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുന്നത് പോലെ കിടക്കാൻ നീ നോക്കണ്ട. ഹല്ലേലൂയ. നീ ഇന്ന് എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ വ്യക്തമായ രേഖ വരച്ച് നിന്നെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് കർത്താവ്. സ്തോത്രം. ഇവിടെ പറയാണ്, വായിച്ചു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉന്നത നിലവാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഹല്ലേലൂയ ഫിലിപ്പോസിന് കാണുവാൻ ഇടയായി. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകേൽ തേരിലിരുന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ഇവിടെ ഒരിടത്ത് നമ്മൾ കണ്ടു യേശയ്യാവിന്റെ പുസ്തകം വായിച്ചതായി കണ്ടു. ഇവിടെ ഹല്ലേലൂയ ഈ എത്യോപ്യ രാജ്യത്തിലെ ഷണ്ഡനായിരിക്കുന്ന ഈ വ്യക്തിയും ഈ ദൈവത്തിന്റെ വചനം യെശയ്യാവിന്റെ പുസ്തകം വായിക്കുന്നത് കണ്ടു. അവിടെ ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് അപ്പൊ ഇവിടെ ഒന്ന് ദൂതൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, അല്ലല്ലേ നീ യാത്ര തിരിക്കുക. ഇവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഫിലിപ്പോസിനോട് പറയുക. എന്താണ് പറയുന്നത്? നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നത്, നീ പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്ന് ദൈവവചനത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുമെന്ന്. ആളത്തമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന്, ആളത്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുമെന്ന്, വ്യക്തിയായി സംസാരിക്കുമെന്ന്, നിന്റെ കൂട്ടുകാരനായിട്ട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്നവർ ഇന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് ആമേൻ പറഞ്ഞാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണെന്ന്. അടുത്തത്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് നീ വായിക്കുന്നത് ഗ്രഹിക്കുമോ എന്ന് ചോദിച്ചു. ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ, നല്ല മകൻ, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായമാണ് അദ്ദേഹം വായിച്ചത്.
ആ പുസ്തകത്തിന്റെ തിരുവെഴുത്തുകളെ വായിച്ചപ്പോൾ ഫിലിപ്പോസ് ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ വായിക്കുന്ന വചനം നീ ഗ്രഹിച്ചോ? നിനക്ക് മനസ്സിലായോ? നീ മനസ്സിലാക്കിയാണോ അത് വായിക്കുന്നത് എന്നൊരർത്ഥത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ വ്യക്തി സത്യസന്ധമായിട്ട് ആലോചന പറഞ്ഞു. പലരോടും ചെയ്യുക, നിങ്ങൾ വായിക്കുന്ന തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളെല്ലാം കഴിഞ്ഞവരാണ്, നിങ്ങളെ വേണേ പഠിപ്പിക്കാമെന്ന് പറയുന്നവരാണ് പലരും. എന്നാൽ ഇവിടെ അങ്ങനല്ല. താൻ തന്റെ ഹൃദയം തുറന്നു പറയുവാനിടയായി. ഇന്ന് രാത്രി ഹൃദയം തുറന്നു പറയുവാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നു പറയാൻ തയ്യാറാണെങ്കിൽ, കർത്താവേ എനിക്കിത് മനസ്സിലായില്ല, ഇതിന്റെ പൊരുൾ പറഞ്ഞു തരണമേ, ഇതിന്റെ ആത്മീയ സത്യങ്ങൾ പറഞ്ഞു തരണമേ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ നിന്നോട് പറഞ്ഞു തരുന്ന രാത്രിയായി തീരുമെന്ന്. ഇവിടെ പറയാ, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള നിഷ്കളങ്ക മനസ്സോടെ സത്യസന്ധതയോടെ പറയുവാൻ തയ്യാറായി ഒരു ഉന്നത വ്യക്തി. സ്തോത്രം. അടുത്തത്, ഫിലിപ്പോസ് കയറി തന്നോട് കൂടെ ഇരിക്കണമെന്ന്. അപ്പോൾ മനസ്സിലായി ഈ ചോദ്യം ചോദിച്ചവൻ നിസാരപ്പെട്ടവനല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർ, സുവിശേഷകർ, ശുശ്രൂഷകർ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളായിരിക്കുന്ന മേഖലയിൽ വന്നിട്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം അറിയാന്ന് പറഞ്ഞ് മടക്കി അയക്കുകയല്ല വേണ്ടത്. ഈ ചോദ്യം ചോദിക്കുന്നവന് ചിലത് നിന്നോട് പറയാനുള്ള രാത്രിയായിരിക്കും, പറയാനുള്ള പകലായിരിക്കും. അതിനായിരിക്കും ദൈവം നിങ്ങളുടെ മുമ്പിൽ അയച്ചത്. ചിലപ്പോ ഈ വരവായിരിക്കും നിനക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ വരവായിരിക്കും നിന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, അവര് ഒന്നോർത്തുകൊള്ളുക. ദൈവഭക്തന്മാരായിരിക്കുന്ന ശുശ്രൂഷകര് നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ കടന്നു വരുന്നത് വെറുതെ വരുന്നല്ല. ദൈവത്തിന്റെ വ്യക്തമായ ആലോചന പ്രകാരം, ദൈവത്തിന്റെ വ്യക്തമായ ദർശനപ്രകാരം, ദൈവിക പദ്ധതിയുമായി അവർ കടന്നു വരുന്നത്. ആ കടന്നു വരുന്നവരെ നിങ്ങൾ തിരസ്കരിക്കരുത്. അത് നിങ്ങളുടെ കുടുംബത്തിനകത്തെ ശാപം മാറുവാനും, നിങ്ങളുടെ കുടുംബത്തിലെ പാപം മാറുവാനും, നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ നടക്കാനും, അത്ഭുതം നടക്കാനും, നിങ്ങൾ ദൈവമക്കളായി തീരുവാനും വേണ്ടിയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവർ തെറ്റിദ്ധരിക്കരുത്. രാവിലെ ഒരു ബൈബിളും എടുത്ത് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞ് കളിയാക്കുകയൊന്നും വേണ്ട. അവരിൽ വലിയ ദൈവശക്തിയുണ്ട്. അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്, ദൈവം അയച്ചവരാണ്. നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരുവാൻ അവരെ ദൈവം അയച്ചതാണെന്ന്. അതുകൊണ്ട് മാറിപ്പോകണ്ട. ഈ വചനമായി വരുന്നവരെ നീ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അവരിലൂടെയുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് ദൈവം ചെയ്തു തരും. അടുത്തത് അവിടെ വായിച്ചതപ്പെടും. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാണിത്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ടൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുവരെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. സദാ നിഷ്കളങ്ക മനസ്സോട് അപേക്ഷിക്കുക, ഇതിന്റെ പൊരുൾ തിരിച്ചു തരണമേ എന്ന് പറഞ്ഞ്. ചെവി സംബന്ധമായ വേദന, വലത്തെ കാത് സംബന്ധമായ രോഗത്തെ ഇന്ന് രാത്രി ദൈവം സൗഖ്യം കൽപ്പിക്കുക. അതെ, ഇപ്പൊ തന്നെ സൗഖ്യം അവിടെ ലഭിച്ചിരിക്കുക. വിശ്വസിക്ക്, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇവിടെ പൊരുൾ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം. ഇത് ആരെക്കുറിച്ച് പറയുന്നുവെന്ന് ആ വ്യക്തി ചോദിച്ചു. ഹല്ലേലൂയ. അതിനെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഫിലിപ്പോസ് പറയുവാനിടയായി. സുവിശേഷം പറഞ്ഞു തീർന്നപ്പോൾ, വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിൽ എന്ത് തടസ്സം? ഹല്ലേലൂയ. ആ വ്യക്തി വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. ആ വ്യക്തി വെള്ളത്തിലിറങ്ങി, രണ്ടുപേരും കൂടി ഇറങ്ങി, ഫിലിപ്പോസോട് ഇറങ്ങി സ്നാനപ്പെടുത്തി. സ്തോത്രം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരി ചോദിച്ചു, ഞാൻ തന്നെ സ്നാനപ്പെട്ടാൽ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് പറ്റത്തില്ല, അങ്ങനെ വചനത്തിൽ പ്രമാണമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ വന്ന് നിങ്ങളെ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്,
ദൈവവചനം ഗ്രഹിക്കാത്തത് കൊണ്ടാ ദൈവവചനത്തിന്റെ പൊരുളിലേക്കോ അതിന്റെ മർമ്മത്തിലേക്കോ പ്രവേശിക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ അറിയാമെന്നുള്ള ഭാവം മാറ്റിയിട്ട് അറിയത്തില്ല എന്നുള്ള നഗ്ന സത്യത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ അറിവിന്റെ പിതാവ് നിങ്ങൾക്ക് സകലതും പകർന്നു തരുമെന്ന്, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരും. അപ്പോൾ ദൈവവചനം ഗ്രഹിക്കണം. 1, ദൈവവചനം വായിക്കണം. 2, ദൈവവചനം ധ്യാനിക്കണം. 3, ദൈവവചനം വിശ്വസിക്കണം. 4, ദൈവവചനം ഗ്രഹിക്കണം. ഗ്രഹിക്കുന്ന ദൈവവചനം നീ അനുസരിക്കണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 30:10 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ അത് കാണുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികെയും ചെയ്താൽ, അതെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ഇന്ന് രാത്രിയിൽ തിരിയാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ മനം തിരിയാൻ തയ്യാറായെങ്കിൽ, ഹൃദയം ഒന്ന് തിരിക്കാൻ തയ്യാറായാൽ, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവസന്നിധിയിലേക്ക് തിരിയാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ ആരംഭങ്ങൾ കുറിക്കും. അടുത്തത് വായിച്ചു. പൂർണ്ണ മനസ്സോടും കൂടെ തിരികെയും ചെയ്താൽ, യഹോവ നിന്റെ പിതാക്കന്മാരെ പ്രസാദിച്ചിരിക്കുന്നത് പോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും ഹല്ലേലൂയ. ഇവിടെ വചനം പറയാ, പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിനും ഇസാക്കിനും യാക്കോബിനും യോസഫിനൊക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പ്രസാദിച്ചതുപോലെ, അവരെ അനുഗ്രഹിച്ചതുപോലെ, പ്രിയപ്പെട്ടവളെ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ദൈവപ്രസാദം ഇറങ്ങി വരുമെന്ന്. അവരെ അനുഗ്രഹിച്ചതുപോലെ, അവരിൽ പ്രസാദിച്ചതുപോലെ നിന്റെ മേലും ദൈവിക പ്രസാദം ഇറങ്ങി വരും. അതിനുവേണ്ടി ഹൃദയം ഒന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, മനസ്സൊന്ന് തിരിയാൻ തയ്യാറാണെങ്കിൽ, ദൈവിക പ്രവൃത്തികൾ ഇന്ന് രാത്രി ദൈവം ചെയ്തെടുക്കും. അടുത്തത്, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല. ഞാൻ ഈ ആജ്ഞാപിക്കുന്ന കൽപ്പന, ദൈവം പറയുന്ന ഈ വചനം പ്രിയപ്പെട്ടവർക്ക് പ്രയാസമുള്ളതല്ലെന്ന്. അടുത്തത്, ദൂരമായുള്ളതുമല്ല. ഞങ്ങൾ കേട്ട് അനുസരിക്കേണ്ടതിന് ആർ സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് ആർ സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിന് അക്കരെയുമല്ല. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാണ്, ആവർത്തന പുസ്തകം 30:10 മുതൽ 14 വരെ വചനം വായിച്ചാൽ പ്രിയപ്പെട്ടവർക്ക് അത് മനസ്സിലാകും. സങ്കീർത്തന പുസ്തകം 119:4 വായിച്ചാൽ, സങ്കീർത്തനം 119:4, അവന്റെ വഴികളിൽ തന്നെ നിന്റെ ന്യായപ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവം അതിനെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ദൈവവചനം ദൈവം കൽപ്പിച്ചു തന്നതാണ്. തിരുവെഴുത്തുകൾ മുഴുവനും ദൈവം കൽപ്പിച്ചു തന്നതാണ്. അത് ഏതെങ്കിലും മനുഷ്യന്റെ മാനുഷിക ചിന്തകളിലോ മാനുഷിക പ്രവൃത്തിയിലോ ഉളവായി വന്നതല്ല. ദൈവം കൽപ്പിച്ചു തന്നതാണ്. ദൈവം കൽപ്പിച്ചത് എഴുതി തന്നതാണ്. അതുകൊണ്ടാണ് ഈ വചനം നശിപ്പിക്കുവാൻ, ഈ വചനത്തെ ഇല്ലാതാക്കുവാൻ പല പദ്ധതികളും ഹല്ലേലൂയ ഉന്നതന്മാർ നോക്കിയിട്ടും പ്രമാണിമാർ നോക്കിയിട്ടും തകർത്തു കളയാൻ പദ്ധതികൾ ഒരുക്കിയിട്ടും ഇതിനകത്തുനിന്ന് ചിലര് തന്നെ ഇതിനെ തകർത്തു കളയാൻ നോക്കിയിട്ട് പോലും ഹല്ലേലൂയ ഇത് ഇഷ്ടംപോലെ ദൈവവചനം പ്രദർശനം ചെയ്തു ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അടുത്തത് യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാന്റെ ലേഖനം 5:3.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ ദൈവത്തോടുള്ള സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാ. ദൈവത്തോടുള്ള സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ തിരുവഴുത്തുകളെ പ്രമാണിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ വചനം വായിച്ചേ, ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മസത്യങ്ങളൊന്ന് മനസ്സിലാക്കിയേ, ആ കൽപ്പനകൾ പ്രമാണിച്ചേ. ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾ കാണിച്ചതിന്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ആ ദൈവത്തിന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. ഹല്ലേലൂയ. അപ്പോ ദൈവവചനം അനുസരിക്കണമെന്നുള്ളതും കണ്ടു. ഇനി ഈ അനുസരിച്ച വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. സങ്കീർത്തന പുസ്തകം 119 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ദൈവത്തോട് മറുതലിക്കാതിരിക്കേണ്ടതിന്, ദൈവത്തോട് പിറുവിറുപ്പ് പറയാതിരിക്കേണ്ടതിന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന്, പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കണം. വായിച്ച വചനം, ധ്യാനിച്ച വചനം, ഗ്രഹിച്ച വചനം, വിശ്വസിച്ച വചനം, അനുസരിച്ച വചനം നിന്റെ ഹൃദയത്തിൽ എഴുതി വെക്കണം, ഉറപ്പിക്കണം. അതാണ് ദൈവാത്മാവ് പറയുന്നത്. കാരണം നിന്റെ മുമ്പിൽ പാപം കടന്നു വരും, പാപം പടിവാതിക്കൽ കിടക്കുന്നു, പാപം നിന്നോട് കൂടെ ചേർന്ന് വരും. അല്ലെങ്കിൽ അതിനെ ഉടച്ചു കളയണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന വചനം നീ അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കും. കണ്ണുകൾ പ്രശംസിക്കുന്നതല്ലോ ഹൃദയം ആഗ്രഹിക്കുന്നത്. അപ്പൊ കണ്ണുകൾ കാണുന്നത് ഹൃദയം ആഗ്രഹിക്കും. ഹൃദയത്തിനകത്ത് ആഗ്രഹമാണ് ദോഷം, ദൈവത്തിലേക്ക് ദോഷം പ്രവർത്തിക്കുന്നത്, പാപം ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനം ധ്യാനിച്ച്, ഗ്രഹിച്ച്, വിശ്വസിച്ച്, അനുസരിച്ച് ആ വചനം സംഗ്രഹിച്ചു വെക്കണം. അത് വെച്ചാൽ നീ പോകുന്ന ആപത്തില്, നീ പോകുന്ന പ്രശ്നത്തില്, നീ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഈ വചനം നിനക്ക് ജീവനായി ചൈതന്യമായി ഇറങ്ങി വരും. നിന്റെ മുമ്പിൽ പാപം വരുമ്പോൾ, പാപം ചെയ്യാനുള്ള അവസരങ്ങൾ ഓടി വരുമ്പോൾ ഈ വചനം നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഇടയാകും. അതുകൊണ്ട് ഹല്ലേലൂയ, ഇവിടെ പറയാണ് ദൈവഭക്തൻ പറഞ്ഞതുപോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരുമായി നമുക്ക് ഒന്നിച്ച് ആ വചനത്തെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് ഏറ്റെടുക്കാം. അടുത്തത്, ആദരം കൊണ്ട് ഏറ്റുപറയണം. നീ വായിച്ച വചനം, ഗ്രഹിച്ച വചനം, വിശ്വസിച്ച വചനം, അനുസരിച്ച വചനം, ഹൃദയത്തിൽ സംഗ്രഹിച്ച വചനം ഏറ്റുപറയണം. കർത്താവ് എന്നെ വിടുവിക്കും, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. കർത്താവ് എനിക്ക് അത്ഭുതം ചെയ്യും, അത് പറഞ്ഞുകൊണ്ട് നടക്കണം. കർത്താവ് എന്നോട് പറഞ്ഞ ദൂതുകൾ നിവർത്തീകരിക്കും, അത് പറയണം. ആ സ്ഥലത്ത് ഞാൻ നിൽക്കുന്നതായി നീ ഭാവനയിൽ കാണണം. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവപ്രവൃത്തിയായി വെളിപ്പെടട്ടെ. അടുത്ത പറയുന്നു, ആദരം കൊണ്ട് ഏറ്റുപറയണം. ആവർത്തന പുസ്തകം 30:14. നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. ജോഷുവയുടെ പുസ്തകം 1:8 വയ്ക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അത് ധ്യാനിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നീ കൃതാർത്ഥനായിരിക്കും. ഹല്ലേലൂയ. വചനം പറയണം, വചനം നീ ഏറ്റെടുത്ത വചനം പറയണം. ഹല്ലേലൂയ. അടുത്തത്, നീ ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞ വചനം പ്രസംഗിക്കണം. 2 തിമോഥെയോസ് 4:2. വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. വചനം പ്രസംഗിക്കുക. ഏത് വചനം? നീ വായിച്ച വചനം, ധ്യാനിച്ച വചനം, ഗ്രഹിച്ച വചനം,
വിശ്വസിച്ച വചനം, അനുസരിച്ച വചനം, അതിൽ സംഗ്രഹിച്ച വചനം, അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ വചനം നീ പ്രസംഗിക്കണം. ഈ പ്രസംഗമാണ് ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് വരുത്തുള്ളൂ. ഇപ്പൊ പിടിച്ച മീനെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എടുത്ത് പറയല്ല. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിൽ വായിച്ച് നീ ഉണ്ടാക്കുന്ന ദൂത്, ആലോചന അനേകർക്ക് വിടുതലായി തീരുന്ന രാത്രിയായി തീരട്ടെ. സകല ദീർഘക്ഷമയോടും കൂടെ ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക. ഓക്കെ, മതി. 2 തിമോത്തിയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇതിനകത്ത് നഗ്നസത്യം നമ്മൾ പ്രസംഗിക്കണമെന്നേ. ആരെ പേടിക്കാനാണെന്നേ? കർത്താവിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം, സത്യമായി പറയണം, മുഖവശം കൂടാതെ പറയണം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, നീ പ്രസംഗിക്കണം, സത്യവചനം പ്രസംഗിക്കണം, ദൈവവചനം പ്രസംഗിക്കണം. ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കുവാൻ ദൈവ അഭിഷേകം ചെയ്യുന്ന രാത്രിയാ. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ കഴിയാത്തവർക്ക് പ്രസംഗിക്കാൻ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യും. ശുശ്രൂഷകർക്ക് വേണ്ടി ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങും. ചില വേദികളിലേക്ക് നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവേശനം തരും. അടുത്തത്, പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി ശ്രമിക്കുക. ദൈവത്തിന്റെ വേലക്കാരനായി കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. ദൈവവചനത്തിൽ സന്തോഷിക്കണം. 9ാമത്തെ പോയിന്റാണ്, ദൈവവചനത്തിൽ സന്തോഷിക്കണം. ദൈവവചനത്തിൽ സന്തോഷിക്കണം. വായിച്ചേ, സങ്കീർത്തന പുസ്തകം 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ദൈവവചനത്തിൽ സന്തോഷിക്കണം. നീ പ്രസംഗിച്ച വചനത്തിൽ നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനം 119:162 വാക്യത്തിൽ പറയുന്നു, ദൈവവചനത്തിൽ സന്തോഷിക്കണം. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിച്ചു. ഒരു കൊള്ള കണ്ടുകിട്ടിയതുപോലെ, വലിയ നിധി കെട്ടിയതുപോലെ, ലോട്ടറി അടിച്ചതിനേക്കാൾ ഉപരി സന്തോഷത്തോടെ ദൈവവചനം ധ്യാനിക്കുന്നു, സന്തോഷിക്കുന്നു. ഇവിടെ പറയാം, ഒന്നുകൂടെ വചനം വായിച്ച്. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. യേശു കർത്താവ് ആനന്ദിച്ച ഒരു സ്ഥലമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആനന്ദിച്ചു. ഹല്ലേലൂയ. തന്റെ ശിക്ഷഗണങ്ങൾ പോയി അത്ഭുതങ്ങളും അടയാളം വീര്യപ്രവൃത്തിയും ചെയ്തു വന്നപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു. കർത്താവിന്റെ മുമ്പിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയാ, സത്താൻ മിന്നല് പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടിരിക്കുന്നു, എങ്കിലും നിങ്ങളുടെ പേര് ഹല്ലേലൂയ സ്വർഗത്തിൽ ഉള്ളതിനായി ഞാൻ സന്തോഷിക്കുന്നു. അവിടെ പറയാ സ്വർഗത്തിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ട് യേശു ആത്മാവിൽ ആനന്ദിച്ചു. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവവചനമായി ആനന്ദിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവദാസിമാർ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം പറയുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ആത്മാവിൽ സന്തോഷിക്കാറുണ്ട്. അതുപോലെ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരോട് പറയാ, നിങ്ങൾ ദൈവവചനത്തെ ധ്യാനിച്ച് ആ വചനത്തിൽ സന്തോഷിക്കണമെന്ന്. ഹല്ലേലൂയ. ഇനി 10ാമത്തെ പോയിന്റ്, മരണം നേരിടേണ്ടി വന്നാലും വചനത്തിന്റെ സത്യങ്ങളിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത്. മരണം നേരിടേണ്ടി വന്നാലും വചനത്തിന്റെ സത്യങ്ങളിൽ നിന്ന് പിന്മാറരുത്. മത്തായിയുടെ സുവിശേഷം 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ഈ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കിയവരൊന്നോർക്കുക, മരണം വരും.
ജീവനെ പോലും അപകരിക്കുന്ന വിഷയങ്ങൾ കടന്നു വരും. പക്ഷെ ദൈവവചനത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ പിന്മാറിപ്പോകരുത്. ഈ യേശുവിന്റെ ക്രൂശ് എടുത്തവർ, തന്നെത്താൻ ക്രൂശ് എടുത്തവർ ഈ ദൈവവചനത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത്. മരണം വന്നോട്ടെ, പിന്മാറിപ്പോകരുത്. ദൈവപ്രവൃത്തി വെളിപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷം 14:26 മുതൽ 29. ലൂക്കോസ് 14:26 മുതൽ 29 വരെ. ഏറെ പുരുഷാർ അവനോട് കൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ദൈവവചനം മരണം വന്നാലും പ്രശ്നം വന്നാലും ഈ വചനത്തിൽ നിന്ന് പിന്മാറരുത്. വെളിപ്പാട് പുസ്തകം 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി തീർന്നു. മനസ്സിലായോ? ഇവിടെ പറയും യേശുവിന്റെ വചനവും സാക്ഷ്യവും ആ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായി തീർന്നു. അല്ലെങ്കിൽ ദൈവവചനം നിമിത്തം താൻ തിളച്ച എണ്ണയിൽ വീഴേണ്ട വന്നു. പക്ഷെ അതിന് ദൈവം രക്ഷിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ കഴുകന്മാർ പാർക്കുന്ന, ആരുമില്ലാത്ത, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത ഒരു ദ്വീപിലേക്ക് യോഹന്നാൻ അപ്പോസ്തലനെ കൊണ്ടുവന്നിട്ടു. ഹല്ലേലൂയ. അവിടെയും ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതെ താൻ അനുഭവിച്ച ദൈവവചന സത്യത്തിൽ നിന്നും താൻ ഗ്രഹിച്ച ദൈവവചനത്തിൽ നിന്നും വ്യതിചലിക്കാതെ യേശുവിനെ മാറോട് പിടിച്ചത് കൊണ്ട് പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്ത് ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നത് പോലെ ഇന്ന് രാത്രിയിൽ പലരാൾ മുറിവേറ്റ്, പലരാൾ ഭാരപ്പെട്ട്, പലരാൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികളോട് ഇന്ന് രാത്രി പറയാ, നീ വചനത്തെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പത്മോസിൽ ദൈവം ഇറങ്ങി വന്നത് പോലെ ദൈവം ഇറങ്ങി വന്ന് നിന്നോട് പറയും. നീ ചില വെളിപ്പാടുകൾ പറയും, ചില ദൂതുകളുമായി ഇന്ന് രാത്രി ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നിന്റെ ദൂതിന് മുമ്പിൽ, നിന്റെ അഭിഷേകത്തിന് മുമ്പിൽ ശത്രുവിന് നിൽക്കാൻ പറ്റത്തില്ല. അന്ധകാര കോട്ടകൾ ഇന്ന് രാത്രി തകർന്നു മാറും. ഹല്ലേലൂയ. ദൈവവചനം നിമിത്തം ഹല്ലേലൂയ ദൈവത്തിന് ശിക്ഷകണമായിരിക്കുന്ന ഹല്ലേലൂയ അപ്പോസ്തലന്മാർ ഹല്ലേലൂയ അതിൽ യോഹന്നാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മരിക്കേണ്ടി വന്നിട്ടും അവര് സന്തോഷത്തോടെ മരണത്തിന് വേണ്ടി തല വെച്ചു കൊടുക്കുന്നതായി നമ്മൾ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഇട്ടപ്പോൾ ആ എണ്ണ പച്ചവെള്ളം പോലെ, തണുത്ത വെള്ളം പോലെ ആക്കി തീർത്ത ദൈവകൃപ ഇന്ന് രാത്രിയിൽ ഇറങ്ങിയാണ് നിന്നെ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ പൈശാചികൻ ഒരുക്കിയ എല്ലാ കെണികളും ഇന്ന് രാത്രി ദൈവാത്മാവ് വചനത്തിന്റെ ശക്തിയാൽ തകർത്ത് കളഞ്ഞ് ഹല്ലേലൂയ ഇപ്പൊ തീ പിടിച്ച് നിൽക്കുന്ന, ചൂട് പിടിച്ച് നിൽക്കുന്ന, കത്തി എരിഞ്ഞു വരുന്ന ആ അന്ധകാരത്തിന്റെ വ്യാപാരം ഇന്ന് രാത്രിയിൽ കെട്ടടങ്ങി ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രി ദൈവാത്മാവ് പ്രിയപ്പെട്ടവരെ കൈപിടിക്കുന്ന രാത്രിയായി തീരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. എങ്കിലും ഹല്ലേലൂയ ദൈവവചനത്തെ മുറുകെ പിടിച്ചവനെ, തന്റെ പ്രാണനെ പോലും മുറുകെ പിടിക്കാതെ ദൈവവചനത്തെ മുറുകെ പിടിച്ച് നിന്നവനെ വീണ്ടും ശത്രു പത്മോസ് എന്ന ആരും എത്തുവാൻ കഴിയാത്ത കഴുകന്മാരുടെ ശക്തിയുള്ള ആ സ്ഥലത്തേക്ക് എറിയപ്പെട്ടെങ്കിലും അവിടെയും ദൈവവചനം മുറുകെ പിടിച്ചത് കൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം മുറുകെ പിടിച്ചാൽ നീ തേജസ്സോട് പുറത്തു വരുന്ന രാത്രിയാ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, തേജസ്സോട് ഇന്ന് രാത്രി നീ പുറത്തു വരാൻ പോകുക. തേജസ്സോട് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക.
നീ പോയതുപോലെയല്ല, നീ ഇപ്പോൾ അനുഭവിക്കുന്നത് പോലെ മടങ്ങി വരവ് വലിയ ശ്രേഷ്ഠ അനുഭവത്തിലൂടെ മടങ്ങി വരാൻ പോവുക. ചില ദൂതുമായി, ചില ആലോചനമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയ. ഈ ദൈവവചനം നിന്നെ അഭിഷേകം ചെയ്യുന്ന രാത്രിയ. ഇന്ന് രാത്രി കർത്താവിന്റെ മാറ്റമില്ലാത്ത ദൈവവചനം നിന്നെ അഭിഷേകം ചെയ്യുക. നീ അനുഭവിക്കുന്ന വേദനകള്, നീ അനുഭവിക്കുന്ന ഒറ്റപ്പെടല്, നീ അനുഭവിക്കുന്ന തിരസ്കരണം, നിന്നെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങള് ഞാൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ആ അന്ധകാരത്തെ വെട്ടുന്ന ഒരഭിഷേകമായി ഇന്ന് രാത്രി നിന്നെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാ. അതിൽ മരണം വന്നാലും, പ്രശ്നം വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിക്കാതെ അതിനെ മാറോട് ചേർത്ത് മുറുകെ പിടിച്ചാൽ അതിലെ സകലതും നിനക്ക് വന്നു ചേരും. എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പിശാച് പറഞ്ഞാലും, ഏതൊക്കെ നഷ്ടപ്പെടുമെന്ന് പിശാച് വെല്ലുവിളിച്ചാലും ദൈവവചനത്തെ മാറോട് ചേർത്ത് പിടിച്ചാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, ഹല്ലേലൂയ, നിനക്ക് ഞാൻ സകലതും മടക്കി തരും. യോഹന്നാനെ ഒതുക്കിക്കളയുവാൻ പത്മോസിന് കഴിയത്തില്ല. യോഹന്നാനെ ഉടച്ചു കളയുവാൻ അവിടെ കണ്ണുകൾക്ക് പറ്റത്തില്ല, അതിന്റെ ചിറകുകൾക്ക് പറ്റത്തില്ല, അതിന്റെ കാലുകൾക്ക് പറ്റത്തില്ല. കാരണം അഭിഷേകമുള്ളവൻ എവിടെ കിടന്നാലും, ദൈവ പദ്ധതിയുള്ളവൻ എവിടെ കിടന്നാലും ശ്രേഷ്ഠ അനുഭവത്തിലൂടെ പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാറോട് ചേർന്ന് കിടന്ന യോഹന്നാന് കിട്ടിയ വെളിപ്പാടുകളെ മറ്റപ്പോസ്തലന്മാർക്ക് ലഭിക്കാത്ത വലിയ വെളിപ്പാടുമായി ഇന്നും പ്രസംഗിച്ചാൽ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമല്ല. ഹല്ലേലൂയ. വെളിപ്പാടുമായി ദൈവത്തിന്റെ ദാസനായ പൗലോ ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ പുറത്തു വരികയാണ്. ഇന്ന് രാത്രി നീ പുറത്തു വരുന്ന രാത്രിയാ. ചില ദൈവദാസന്മാരോട് പരിശുദ്ധാത്മാവ് പറയാ, പത്മോസിന്റെ അനുഭവങ്ങളെ മാറ്റി, പത്മോസിൽ വന്നിരിക്കുന്ന പ്രതിസന്ധികളെ ഉടച്ചു മാറ്റി, പത്മോസിനകത്തുനിന്ന് നീ പുറത്തു വരുന്നത് വലിയ ശ്രേഷ്ഠ അനുഭവത്തിലൂടെ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ലെന്നേ. ഒരു പത്മോസിനും തകർത്ത് കളയാൻ പറ്റത്തില്ല, ഒരു കടലിന് നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല, അല്ല തിളച്ച എണ്ണയ്ക്ക് നിന്നെ തകർത്ത് കളയാൻ പറ്റില്ല. നിന്റെ പ്രാണന്റെ ഉത്തരവാദിത്വം, നിന്റെ ആത്മാവിന്റെ ഉത്തരവാദിത്വം, നിന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലല്ല, അത് സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ കരത്തിലാ നിന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ആ ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, പത്മോസാണ് നിനക്ക് ഇപ്പോഴെങ്കിൽ, പ്രതിസന്ധിയാണ് ഇപ്പോഴെങ്കിൽ, പ്രതികൂലമായി ആണെങ്കിൽ ഇപ്പോഴെങ്കിൽ, അത് നീ ദൈവവചനത്തിൽ മാറോട് ചേർത്ത് വിളിച്ചോ. ആ വചനം നിനക്ക് ചില വെളിപ്പാടുകളായി, ദൈവിക ദർശനങ്ങളായി, അതിലെ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ലെന്നും മടങ്ങി വരുവാൻ കഴിയത്തില്ലെന്നും പറഞ്ഞ് ശത്രു വാദിച്ചു നിന്നെങ്കിലും അവരുടെ മുമ്പിൽ ശ്രേഷ്ഠ അനുഭവത്തോടെ യോഹന്നാൻ അപ്പോസ്തലൻ മടങ്ങി വന്നത് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാ, ശത്രു എത്ര അടച്ചാലും എത്ര ഒതുക്കിയാലും ഇന്ന് രാത്രി നിനക്കുള്ള നന്മ നിന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവാത്മാവ് ആലോചന പറയും. എത്ര കൊറോണ വന്നാലും, എത്ര രോഗം വന്നാലും, എത്ര പകർച്ചവ്യാധി വന്നാലും ദൈവവചനത്തിൽ മുറുകെ പിടിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയാ, നിനക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കുകയാണ്, നിനക്ക് വേണ്ടി ചില ദൈവിക പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്, നിനക്ക് വേണ്ടി ചിലതെടുത്ത് വേക്കൻസികൾ ഒരുങ്ങി വരികയാണ്. ഒരുങ്ങി വരട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിസകൾ ഒരുങ്ങി വരട്ടെ. ഇന്ന് രാത്രി ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി ആരംഭിക്കട്ടെ. ശത്രുവിന്റെ മുഖങ്ങൾ ഇന്ന് രാത്രി തകർന്ന് അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണം നേരിടേണ്ടി വന്നാലും ദൈവവചനത്തിൽ നിന്ന് പിന്മാറി പോകരുത്. നമ്മൾ വായിച്ച ഒന്നാമത്തെ വാക്യം, വചനം ഇങ്ങനെയായിരുന്നു, വായിക്കണം, വചനം വായിക്കണം, ധ്യാനിക്കണം, സംഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞാൻ അതൊരു ഓർഡർ അനുസരിച്ച് പറയാം. സ്തോത്രം. ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം വിശ്വസിക്കണം, ദൈവവചനം ഗ്രഹിക്കണം, ദൈവവചനം അനുസരിക്കണം, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഹല്ലേലൂയ. അതിനം കൊണ്ട് ഏറ്റുപറയണം, പ്രസംഗിക്കണം. ഹല്ലേലൂയ. ദൈവവചനത്തിൽ സന്തോഷിക്കണം. മരണം നേരിടേണ്ടി വന്നാലും
ഒരിക്കലും ആ വചനത്തിൽ നിന്ന് പിന്മാറരുത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഒരു വചനം വായിച്ചാൽ ആ വചനത്തെ നിങ്ങൾ ധ്യാനിക്കണം. നാളെ വായിക്കുന്ന വചനം ധ്യാനിക്കണം. ആ വചനത്തിൽ ഇത്രയും തലം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഒന്നുകൂടി ഞാൻ എടുത്തു പറയട്ടെ, പഠിക്കാൻ വേണ്ടി ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, ഹല്ലേലൂയ വിശ്വസിക്കണം, ഗ്രഹിക്കണം, ഹല്ലേലൂയ ഹൃദയത്തിൽ സംഗ്രഹിക്കണം, അതിനും കൊണ്ട് ഏറ്റു പറയണം, പ്രസംഗിക്കണം, ഹല്ലേലൂയ സ്തോത്രം, ദൈവവചനത്തിൽ സന്തോഷിക്കണം, ഹല്ലേലൂയ ദൈവവചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ മരണം വന്നാലും ഹല്ലേലൂയ അതിന് പിന്മാറാതെ നിലയ്ക്കണം. ഇന്ന് രാത്രിയിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഹല്ലേലൂയ തന്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ ശ്രേഷ്ഠ വെളിപ്പാടുകൾ വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവ് അഭിഷക്തന്മാരെ അഭിഷേകം ചെയ്യുന്ന രാത്രി, വെളിപ്പാടുകളെ തുറന്നു തരുന്ന രാത്രിയാണ്. വലഞ്ഞ അവസ്ഥകളെ ഇന്ന് രാത്രിയിൽ പൊട്ടിച്ചു മാറ്റുന്ന ദിവസമാണ്. ഹാലയിലെ പ്രസംഗിക്കുമെന്നേ, എന്നെ കേൾക്കുന്നവരോട് ദൈവാത്മാ പറയുക, പ്രസംഗിക്കുമെന്നേ. ദൈവം പറയുക, വിഷയം തന്ന് ആ വിഷയം നീ പ്രസംഗിക്കും. നിനക്ക് വേണ്ടി ചില വിളികൾ വരുമെന്നേ. ദർശനങ്ങൾ തരും. കർത്താവിന്റെ അത്ഭുതം ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മുടെ കടകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കണമേ, ഇത് നിങ്ങൾ ധ്യാനിക്കണമേ, വിശ്വസിക്കണമേ, ഏറ്റുപറയണമേ, പ്രസംഗിക്കണമേ. മരണം വന്നാലും അതിന് പിന്മാറാതെ നിലനിൽക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാ കരുണയുള്ള ദൈവമേ, ശ്രേഷ്ഠ അനുഗ്രഹമായ ആ വചനം ഞങ്ങളുടെ മുമ്പിൽ തന്നല്ലോ. ഈ വചനം ഇവർക്ക് ജീവനം ചൈതന്യമായി ഇറങ്ങണമേ, അടിയന് പേരും ഇറങ്ങണമേ. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. വലിയൊരു കൊള്ള കണ്ടുകിട്ടിയ ഒരു സന്തോഷം ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം. കേട്ട ദൈവമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇനി കേൾക്കാൻ പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. രാജ്യം അനുഭവിക്കുന്ന എല്ലാ കൊറോണ രോഗത്തിൽ നിന്നും കർത്താവേ രാജ്യങ്ങളെ വിടിവിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ വിടിവിക്കണമേ. ഹല്ലേലൂയ, ഞങ്ങളുടെ സംസ്ഥാനങ്ങളെയും ജില്ലകളെയും വിടിവിക്കണമേ, ഗ്രാമങ്ങളെ വിടിവിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൽ വന്നിരിക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ നിന്ന് കർത്താവേ ഇന്ത്യയെ വിടിവിക്കണമേ. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ഭാരത്തിലും ദുഃഖത്തിലിരിക്കുന്ന ജനത്തെ നീ വിടിവിക്കണമേ, ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ ഭൃത്യന്മാരിലൂടെ ലഭിക്കുന്ന വചനങ്ങൾ ജീവനം ചൈതന്യമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിമാരിലൂടെ വെളിപ്പെടുന്ന ഓരോ വചനവും ജനത്തിന് അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആത്മാവിൽ ഉണർന്നു വരുവാൻ, ആത്മാവിൽ ശക്തി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കണമേ, ദൂതുകൾ നിവൃത്തീകരിക്കണമേ. ഈ വചനങ്ങൾ അവർക്ക് അനുഗ്രഹമാക്കി കർത്താവെ തീർക്കണമേ. കർത്താവെ, അപ്പൊ അടിയനെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വാക്കുകൾ ഓരോരുത്തരും 30, 100, ഹല്ലേലൂയ 60 അനുഗ്രഹം വെളിപ്പെട്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തെ ഇന്ന് സൗഖ്യമാക്കണമേ കർത്താവേ. ഇന്ന് രാത്രിയിൽ രോഗബന്ധനങ്ങളെ കർത്താവെ അഴിക്കണമേ കർത്താവേ. രോഗക്കെട്ടുകളെ അഴിക്കണമേ കർത്താവേ. പ്രവചനങ്ങൾ നിവൃത്തീകരിക്കണമേ കർത്താവേ. പ്രവാചകന്മാരെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരണമേ കർത്താവേ. ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണമേ കർത്താവേ. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവരെ ഇന്ന് രാത്രി സൗഖ്യം വിടിവിക്കണമേ കർത്താവേ. അവർക്ക് ആശ്വാസമായി വചനമിറങ്ങണമേ കർത്താവേ. ഇന്ന് ലൈവായി കേട്ട എല്ലാവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ നാമമഹത്വത്തിനായി കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അഭിഷേകം ചെയ്തതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിന്റെ വിടുതൽ നിങ്ങൾ കാണും, അനുഭവിക്കും. ഹല്ലേലൂയ, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് അതിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കാണുവാനും ഇടയാക്കും. നിങ്ങൾ ആൾക്ക് വിടുതൽ ലഭിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീർന്നെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നെങ്കിൽ
ഞങ്ങൾ ഇന്നത്തെ ഏതെങ്കിലും ഉപദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മയിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം 9:30 ഹല്ലേലൂയ ലൈവിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് ആമേൻ പറയുന്നു.